തലേദിവസമേ വെള്ളത്തിൽ കിടന്ന് തണുത്ത് വിറച്ച് ചാകാറായ പെരുമ്പയർ നല്ലവണ്ണം വേവിച്ച് ഉടച്ചതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന കുമ്പളങ്ങയും 2-3 പച്ചമുളകും ചേർത്ത് നല്ലവണ്ണം വേവിച്ചെടുക്കണം. പാകത്തിന് ഉപ്പിടാനും അടച്ചു വയ്ക്കാനും മറക്കരുത്. ഇടയ്ക്കൊന്ന് അടപ്പ് മാറ്റി തവിയിട്ട് 2-3 കുത്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ മനസ്സിലാകും വെന്തിട്ടുണ്ടോ എന്ന്. അങ്ങനെ വെന്ത് വന്നു കഴിഞ്ഞാൽ തേങ്ങയെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഞെക്കി പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള പാല് നല്ലവണ്ണം ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇനി ഇതിങ്ങനെ തേങ്ങാപ്പാലിൽ കിടന്ന് കുളിച്ച് ഒരു തിള വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒന്നും ചേർക്കണ്ട. നമ്മുടെ വീട്ടിലുള്ള അരി, ഏതരിയായാലും, കുത്തരിയായാലും കുത്താത്ത അരിയായാലും, കുറച്ച് ചോറെടുക്കുക, കുറച്ച് കറി എടുക്കുക, നല്ലവണ്ണം അങ്ങ് അടിച്ച് വിടുക. അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.